ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, യോഹന്നാൻ 4:23-24 സമരിയക്കാരി സ്ത്രീയോട് യേശു പറയുന്നത് കേൾക്കൂ. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. നാം എങ്ങനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും? അതിന് ഒരു കെട്ടിടത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? അതിനുള്ള ഉത്തരം ബൈബിളിലുണ്ട്. യോഹന്നാൻ 2:19 ശ്രദ്ധിക്കും. യേശു അവരോട് ഉത്തരം പറഞ്ഞു, ഈ മന്ദിരം പൊളിക്കുക, 3 ദിവസത്തിനകം ഞാനിത് പണിതുയർത്തും എന്ന് യേശു അവരോട് പറഞ്ഞു. യേശു യഹൂദ നേതാക്കളോട് പറയുന്ന വാക്കുകളാണിത്. പിന്നീട് അങ്ങോട്ടുള്ള വചനങ്ങൾ വായിച്ചാൽ യേശു സ്വന്തം ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്തു എന്നും പറയുന്നു. ഇവിടെ ശരീരമാണ് ആലയമെന്ന് യേശു പറയുന്നു. നമ്മൾ ആരാധിക്കുന്ന ഒരു ജനതയാണ് ക്രിസ്തുവിൻ്റെ ആലയം. നാം ഒത്തുചേരുന്ന കെട്ടിടത്തിന് പ്രാധാന്യമില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും ഒത്തുചേരാം. എഫേസ്യർ 2:19-20-22 ആലയത്തിൻ്റെ മൂലക്കല്ല് ക്രിസ്തുവും വിശ്വാസികൾ ജീവനുള്ള കല്ലുകളുമാണ് എന്നാണ് പറയുന്നത്. കേൾക്കൂ, അതിനാൽ നിങ്ങൾ ഇനിമേൽ അപരിചിതരും വിദേശികളുമല്ല, വിശുദ്ധരോടൊത്ത് സഹപൗരത്വം പങ്കിടുന്നവരും ദൈവത്തിൻ്റെ കുടുംബവുമാണ്. ക്രിസ്തു യേശു എന്ന ആധാരശിലയോട് ചേർന്ന് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന ഭവനം, ക്രിസ്തുവിൻ്റെ കെട്ടിടം ഒന്നാകെ നന്നായി ഇണങ്ങിച്ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. നിങ്ങളും ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ആത്മീക നിവാസമാകേണ്ടതിന് ഒരുമിച്ച് ചേർത്ത് പണിയപ്പെടുന്നു. ഇത്തരത്തിലുള്ള ഒരു കൂട്ടം എവിടെ ഇരുന്ന് ആരാധിച്ചാലും അത് ആലയമാണ്. ആ ആലയം നിർമ്മിച്ചിരിക്കുന്നത് യേശു മൂലക്കല്ലായുള്ള ജീവനുള്ള കല്ലുകളാലാണ്. സഹോദരങ്ങളെ, പിന്നെ എന്തിനാണ് നാം വൻതുക മുടക്കി മനുഷ്യൻ്റെ കൈവേലയായ കൂറ്റൻ ആലയങ്ങൾ നിർമ്മിക്കുന്നത്? അത് എത്ര വലുതായാലും ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയില്ലെങ്കിൽ അവിടെ ദൈവസാന്നിധ്യം ഉണ്ടാകുമോ? അതുകൊണ്ടല്ലേ യേശു ശമരിയക്കാരി സ്ത്രീയോട് പറയുന്നത്, പിതാക്കന്മാർ ആരാധിച്ചിരുന്ന ആ മലയിലുമല്ല ഈ മലയിലുമല്ല, ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടതെന്ന്. ഒരു വെള്ളപ്പൊക്കത്തിലും ഭൂകമ്പത്തിലും ഉരുൾപൊട്ടലിലും നശിച്ചു പോകാവുന്ന മനുഷ്യൻ്റെ കൈവേലയായ ആലയമല്ല യഥാർത്ഥ ക്രിസ്തുവിൻ്റെ അനുയായിയുടെ ആലയം. അത് പണിയപ്പെട്ടിരിക്കുന്നത് ജീവനുള്ള കല്ലുകളാലാണ്. എവിടെയിരുന്നും ക്രിസ്തുവിൻ്റെ അനുയായികൾക്ക് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാം. ഒരു ക്രിസ്ത്യാനി എന്നതും ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുയായിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ക്രിസ്തു മതം സ്ഥാപിച്ചിട്ടില്ല. മനുഷ്യരുണ്ടാക്കിയ ക്രിസ്തുമതത്തിൽ ക്രിസ്ത്യാനികളുണ്ട്. അവർക്ക് വലിയ പള്ളികളുമുണ്ട്, വലിയ ചർച്ച് ഹാളുകളുമുണ്ട്. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സന്ദേശം അവരിൽ നിന്നും വളരെ അകലെയാണ്. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുയായികൾക്ക് അവർ ആരാധിക്കാൻ കൂടി വരുന്നിടം നഷ്ടപ്പെട്ടാൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ആലയം നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. യേശു മൂലക്കല്ലും ജീവനുള്ള കല്ലുകളുമായ വിശ്വാസികളും നഷ്ടപ്പെട്ടാൽ മാത്രമേ ദുഃഖിക്കേണ്ടതായിട്ടുള്ളൂ. സഹോദരങ്ങളെ, മത്തായി 16:18 യേശു പത്രോസിനോട് പറയുന്നുണ്ട്, പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറയമേൽ ഞാൻ എൻ്റെ സഭ പണിയും. വിശ്വാസിയുടെ വിശ്വാസമാകുന്ന പാറയിലാണ് യേശു തൻ്റെ പള്ളി പണിയുന്നത്, അല്ലാതെ കല്ലിലും മണ്ണിലുമല്ല. അത് തകരില്ല, വീഴില്ല, വിഭജിക്കില്ല. പാതാളത്തിൻ്റെ കവാടങ്ങൾക്ക് അതിനെ കീഴടക്കാനാകില്ല. പള്ളിക്കെട്ടിടങ്ങൾ വീണേക്കാം, തകർന്നേക്കാം, എന്നാൽ ക്രിസ്തുവിൻ്റെ പള്ളി കെട്ടിടമല്ലാത്തതിനാൽ അതിനൊന്നും സംഭവിക്കില്ല. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.